ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട 5 കാര്യങ്ങളും കൂടിയുണ്ട്. അതിൽ വരുന്നത് ആദ്യത്തെ 2 ഡോക്യുമെൻ്റ് ആണ്. ആദ്യത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഫോം 30 ആണ്. ഫോം 30 എന്ന് പറയുന്നത് നമ്മൾ RTOയിലേക്ക് കൊടുക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. അതിൽ പറയുന്നത് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോർ ഇൻറ്റിമേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ ആണ്. അത് നമ്മൾ 2 കോപ്പി നമ്മൾ RTOയിൽ കൊടുക്കണം. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ഫോം 29. ഫോം 29 എന്ന് പറയുന്നത് സിമ്പിളാണ്. അതൊരു ഡിക്ലറേഷൻ ആണ്, നോട്ടീസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ RTOയിൽ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ സെയിൽ ലെറ്റർ. സെയിൽ ലെറ്ററിൽ ബേസിക്കലി പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത്ര രൂപയ്ക്കാണ് ഈ വാഹനം ഞാൻ വാങ്ങിയിട്ടുള്ളതെന്നും അതിനുശേഷം ഈ വാങ്ങുന്ന വരെ ഉണ്ടായിട്ടുള്ള എല്ലാ ലയബിലിറ്റീസും വിൽക്കുന്ന ആൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊള്ളാമെന്നും ഇൻ കേസ് പേര് മാറ്റുന്നത് വിൽക്കുന്ന ആളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പേര് മാറ്റി തന്നുകൊള്ളാമെന്നും ഒരു ഡിക്ലറേഷൻ, ഒരു ഡോക്യുമെൻ്റാണ് സെയിൽ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ സെയിൽ ഡീഡ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ഈ വാങ്ങുന്ന വ്യക്തിയില്ലേ, ഈ വ്യക്തിയുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ്, അതിപ്പോൾ ആധാർ കാർഡ് ആവാം, പാൻ കാർഡ് ആവാം, നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ ആളുടെ നിന്ന് വാങ്ങി വെക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ബ്രാൻഡിൻ്റെയാണ്, ഇപ്പോൾ റോയൽ എൻഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ അടുത്തുള്ള ഡീലർഷിപ്പിൽ ചെന്നിട്ട് ഈ പറയുന്ന വാഹനത്തിൻ്റെ പേര് സിസ്റ്റത്തിൽ മാറ്റണം. ഈ സിസ്റ്റത്തിൽ മാറ്റാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സർവീസ് കോൾസ് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും പുതിയതായിട്ട് സിസ്റ്റത്തിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇത് മാത്രമല്ല, നിങ്ങളുടെ വണ്ടിക്ക് വാറണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാറണ്ടി വോയിഡ് ആവാതിരിക്കാനും നിങ്ങളുടെ പേര് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇന്ന് സംസാരിച്ചത് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏത് ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വാലിഡായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഇതിനെക്കുറിച്ച് അറിയാൻ കൂടുതലായിട്ട് ആഗ്രഹമുള്ള ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ മുകളിലെ നോട്ടിഫിക്കേഷൻ ബട്ടണില്ലേ, അതിൽ പതുക്കെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കും. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. TAGSBIKEZ റോയൽ എൻഫീൽഡ് DP ആണ്. നിങ്ങൾക്ക് പുതിയ വാഹനങ്ങൾ എടുക്കാനും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ചെക്ക് ചെയ്യാനും നിങ്ങൾക്ക് നമ്മുടെ ഡീലർഷിപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ഇൻ ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് സ്റ്റേ അമേസിംഗ് ആൻഡ് ടേക്ക് കെയർ.